നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ ബാഴ്സലോണ ആരാധകർ കാത്തിരുന്ന വാർത്തയെത്തി. സൂപ്പർ താരത്തെ ബാഴ്സലോണ റാഞ്ചിയിരിക്കുന്നു. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണയുടെ ഒരു സൈനിങ് എന്താണ് സംഭവിക്കാത്തത് എന്നുള്ളത് എല്ലാവരും നോക്കിയായിരുന്നു. നിക്കോ വില്യംസിന്റെ കാര്യത്തിൽ നിരാശയായിരുന്നു. ഫലം ഒടുവിൽ ഇതാ ഡാനി ഒൽമോയെ അവർ റാഞ്ചിയിരിക്കുന്നു എന്ന വാർത്ത എത്തുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ ഇതിപ്പോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഡാനി ഒൽമോയെ RB ലീപ്സിഗ് നിലനിർത്തിയേക്കുമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നെങ്കിലും ഡെക്കോ ലീപ്സിഗിലേക്ക് പോവുകയും RB ലീപ്സിഗിന്റെ ഡയറക്ടേഴ്സുമായിട്ടും ഏജൻസുമായിട്ടും അദ്ദേഹം സംസാരിക്കുകയും കാര്യങ്ങൾ പോസിറ്റീവായി അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോ കൺഫേം ചെയ്തു കഴിഞ്ഞു. ഡാനി ഓൾമോ ടു FC ബാഴ്സലോണ വെർബൽ അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു. 55 മില്യൺ യൂറോ ഗ്യാരണ്ടീഡ് പാക്കേജും 7 മില്യൺ ആഡ് ഓൺസുമായിട്ടായിരിക്കും ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ പോകുന്നത്. എന്തായാലും 6 വർഷത്തെ ഡീലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. 2030 വരെ ഡാനി ഓൾമോ FC ബാഴ്സയിൽ ഉണ്ടാകും എന്നർത്ഥം. ഈ ഒരു ഡീല് നടക്കാൻ ഡാനി ഓൾമോക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത്. എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരൊരു ബിഗ് മൂവ് തന്നെ നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. 26-കാരനായിട്ടുള്ള ഓൾമോ സ്പെയിനിന്റെ സൂപ്പർ താരമാണ്. നമുക്കറിയാം അവരുടെ under-16, under-17, under-18, under-21 ടീമുകൾക്ക് കളിച്ചു. പിന്നെ സ്പെയിനിന്റെ ദേശീയ ടീമിന് വേണ്ടി ഓൾറെഡി സീനിയർ ടീമിന് വേണ്ടി 39 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. ഡൈനാമോ സെഗ്രബിലൂടെ സീനിയർ കരിയർ ആരംഭിച്ചയാളാണ്. അദ്ദേഹത്തിന്റെ ജൂനിയർ കരിയറിന്റെ സമയത്ത്, അതായത് യൂത്ത് കരിയറിന്റെ സമയത്ത് അദ്ദേഹം FC ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഡൈനാമോ സെഗ്രബിലേക്ക് പോയത്. RB ലീപ്സിഗിലേക്ക് 2020 എത്തിയ താരമാണ്. അവിടെ മികച്ച പ്രകടനമാണ് താരം നടത്തിയിരുന്നത്. ഒടുവിൽ ഇതാ ബാഴ്സലോണ ഒരു സൂപ്പർ താരത്തെ റാഞ്ചിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.